ഇന്ന് വീട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഇന്ന് എങ്ങും പോയില്ല. ഇന്ന് ചക്കയുടെ പണിയാണ്. ചക്ക അതേ ഇത് കണ്ടോ, ചക്ക വെട്ടി ഇതുപോലെ ചക്കയുടെ മടലും പിന്നെ ഈ ഇവിടുത്തെ പൂഞ്ഞിയുണ്ടല്ലോ അതൊക്കെ കളഞ്ഞ് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കുകയാണ്. ഓരോ ദിവസവും അതിൽ നിന്ന് ഒരു 4-5 ഇതുപോലത്തെ 4-5 പീസ് എടുക്കും, കറി വയ്ക്കും. എന്നും ചക്കയാണ് ഇപ്പോൾ. ചക്കയുടെ സീസൺ കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ എന്താ പറയുക, ചക്കയുടെ സീസൺ കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചക്ക ഉള്ളപ്പോൾ ഇതൊക്കെ കഴിക്കുക. ചക്ക ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താ വയ്ക്കാൻ പോണെന്ന് അറിയാമോ? ഞാൻ മിനിഞ്ഞാന്ന് ചക്ക കടുക് വറുത്ത് ഉള്ളി മുളകൊക്കെ ചതച്ചിട്ടിട്ട് വെച്ചു. ഇന്നലെ ചക്ക ദോശ ഉണ്ടാക്കി. പിന്നെ ഇന്നിപ്പോൾ ചക്ക വൈകുന്നേരം ചക്ക പുഴുക്ക് വയ്ക്കാൻ പോവാം. വൈകുന്നേരം വയ്ക്കണം, ഉച്ചയ്ക്ക് വെക്കണില്ല. ഉച്ചയ്ക്ക് ഞാൻ ഉച്ചത്തെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞു. ചക്ക ദോശ എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? പച്ചരിയും ചക്കയും കൂടി അരയ്ക്കണം. കൂട്ടത്തിൽ കുറച്ച് വറ്റൽമുളക്, കായം, ഉപ്പ്, പിന്നെ 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 ഉള്ളിയൊക്കെ വേണമെങ്കിൽ അത് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ, ചെറിയ ഉള്ളിയൊക്കെ വെച്ച് അരയ്ക്കാം. എന്നിട്ട് പുളിപ്പിക്കുകയൊന്നും ചെയ്യരുത്, കാരണം ചിലപ്പോൾ ചക്ക ചിലപ്പോൾ ഒരു കയ്പ്പൊക്കെ വരും. ഒന്നീ അരച്ചിട്ട് അപ്പോൾ തന്നെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം അരച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുക. എന്നിട്ട് രാവിലെ പുറത്തെടുത്ത് വെച്ചിട്ട് ചക്ക ദോശ ഉണ്ടാക്കാം. നല്ല കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല അടിപൊളിയാണ്. അതിന് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത് ചമ്മന്തി എന്നല്ല, സാമ്പാറെന്നും വേണമെങ്കിൽ പറയാം. ചമ്മന്തിയാണോ സാമ്പാറാണോ വെച്ചാൽ എനിക്കറിയില്ല. അതായത് പരിപ്പ് ചേർക്കാതെ സാമ്പാർ വെച്ചു. പരിപ്പ് ചേർക്കാതെ തക്കാളി നന്നായിട്ട് അരച്ചിട്ട് കടുകൊക്കെ വറുത്ത് സാമ്പാർ പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ച് പിന്നെ തേങ്ങ മാത്രം അരച്ച് ചേർക്കും. അത് ചട്നിന്നും പറയാം, സാമ്പാറിനും വേണമെങ്കിൽ പറയാം. 2 in 1 എന്ന് പറയില്ല, അതുപോലെ. അങ്ങനെ എല്ലാവരും വീട്ടിൽ ചക്കയുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. ചക്ക ഇഷ്ടമുള്ളവർ പറഞ്ഞോളൂ. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇതൊക്കെ വെള്ളം കയറി അങ്ങ് പുതുന്ന് ഇരിക്കുകയാണ്. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല, കുക്കറിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇന്നത്തെ പണി, ഇതിന് ഒരു ദിവസത്തേക്കുള്ള ചക്കയും കൂടി ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അത് നാളെ എന്തെങ്കിലുമൊക്കെ വെക്കണം വിചാരിച്ചിരിക്കണം. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേ ഇനി ചക്ക ദോശ ഉണ്ടാക്കുകയുള്ളൂ. കാരണം ഇന്നലെ ഉണ്ടാക്കിയതല്ല, അടുപ്പിച്ചുണ്ടാക്കിയ ഒരു ഇതില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ, ഇന്ന് പ്രത്യേകിച്ച് വിശേഷം എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല. എന്നാലും ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. അതിപ്പോൾ പറയില്ല, അത് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയാം. അതെന്താണെന്നുള്ളത് ഞാൻ ഒരാഴ്ച കഴിയട്ടെ എന്നിട്ട് പറയാം. സസ്പെൻസിൽ നിൽക്കട്ടെ. കാര്യം എനിക്കിങ്ങനെ ശരിയാവോ ഇല്ലയോ എന്നറിയാതെ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പിന്നെ എന്താണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. വേറെ ഇന്നിപ്പോൾ മഴ കാലത്ത് തന്നെ ഒരു മഴയുണ്ടായി, ചിലപ്പോൾ വെയിൽ വരും, അങ്ങനെ ഒരു ഇത്. പിന്നെ കിണറിലൊക്കെ വെള്ളം കൂടി. ഞങ്ങളുടെ കിണറിലാണെങ്കിൽ മോട്ടർ ഇങ്ങനെ ഇറക്കി വെക്കണം താഴേക്ക്, കിണറിനകത്തേക്ക്. കാരണം വേനൽക്കാലത്തൊക്കെ വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കാൻ ഭയങ്കര ഇതാണ് മോട്ടർ. അപ്പോൾ അത് താഴേക്ക് കിണറിനുള്ളിലേക്ക് കെട്ടി തൂക്കിയിട്ടേക്കാണ്. അതിന് വെള്ളം കൂടിയപ്പോൾ മഴ പെയ്ത് വെള്ളം കൂടിയില്ലേ, അപ്പോൾ കുറേ ഇലക്ട്രീഷ്യനെ ഒന്ന് വിളിക്കണു, പ്ലംബറായ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കണില്ല എന്നുള്ളതാണ്. എന്തോരം വിളിക്കണമെന്നറിയാമോ? അതൊന്ന് കയറ്റി വെക്കാൻ വേണ്ടിയാണേ. നമ്മൾ കയറ്റി വെച്ചാൽ ചേട്ടനെ കൊണ്ടൊന്നും പറ്റില്ല. അത് ഇങ്ങനെ ഇരുമ്പിൻ്റെ സ്റ്റാൻഡിൽ ഇറക്കി വെച്ചേക്കുക. അത് എടുത്തു പൊക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. ആരെങ്കിലും വേറെ 2 പേര് വേണം. ആരും വിളിച്ചാൽ വന്നില്ല. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല. പണ്ടൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വരും, ഓടി വരും. അതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ വലിയ പണിയുണ്ടെങ്കിലാണ് ആൾക്കാർ വരുള്ളൂ എന്നുള്ള മട്ടാണ്. കുറേ വിളിച്ചു ഇവിടെ. അത് ചെയ്ത ആൾ തന്നെയാണ് വിളിക്കണത് ഇവിടെ. അത് കാരണം അതൊരു ടെൻഷനുണ്ട്. വെള്ളം കൂടുമ്പോൾ ടെൻഷനായോ, മോട്ടർ മുങ്ങുമോ എന്നുള്ളൊരു ടെൻഷനാണ്. പിന്നെ തുണി ഉണങ്ങണില്ല, അതറിയാലോ. എല്ലാ വീട്ടിലും ഇത് തന്നെയല്ല അവസ്ഥ. വെയിൽ കാണുമ്പോൾ ഓടിപ്പോയി പുറത്തേക്ക് ഇടും, മഴ വരുമ്പോൾ ഓടി അകത്തേക്ക് കയറ്റിയിടും. ഇത് തന്നെ പണിയില്ലേ. പിന്നെ കൊറോണയാണെങ്കിൽ കൂടണു, അതൊരു വശത്ത്. എല്ലാം ചുമ അടുത്തിരുന്ന് ആരെങ്കിലും ചുമച്ച് വർത്താനം പറയുമ്പോൾ പതുക്കെ നൈസായിട്ട് അങ്ങോട്ട് മാറിപ്പോക്കും, അതാണ് നല്ലത്. കാര്യം പണ്ടത്തെ അത്ര പേടിയൊന്നുമില്ല. കൊറോണയുടെ അന്ന് നമ്മളൊക്കെ പേടിച്ച പോലെയുള്ള പേടിയൊന്നും ഇപ്പോൾ ഇല്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഓരോരുത്തരും കേൾക്കുമ്പോഴേ, ഇപ്പോൾ മിനിഞ്ഞാന്നെങ്ങാണ്ട് കൊറോണ വന്നിട്ടൊരു കുട്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേപ്പറിലുണ്ടായിരുന്നു. വരുന്നിടത്ത് വെച്ച് വരട്ടേനെ, അത്രയേ ഉള്ളൂ. വരുന്നിടത്ത് വെച്ച് കാണാം, അത്രയേ ഉള്ളൂ. പേടിച്ചിരുന്നാൽ ജീവിക്കാൻ പറ്റുമോ അല്ലേ? എന്നാലും നമ്മൾ സൂക്ഷിക്കുക. പിന്നെ ഈ പ്രാവശ്യം ഞാൻ ട്യൂഷനില്ല കേട്ടോ. ഞാൻ ട്യൂഷനൊക്കെ നിർത്തിയേക്കാണ്. കുറച്ച് ദിവസത്തേക്കൊന്ന് മാറ്റി നിർത്തി വെച്ചേക്കാണ്. എനിക്ക് ഒരു കാല് വേദന കുറച്ച് ഇത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ കാല് തൂക്കിയിട്ട് ഇരിക്കണ കാരണം കുറച്ച് അതിൻ്റെ ഒരു ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം എൻ്റെ ഒരു വരുമാനം അങ്ങനെ നിന്നേക്കാണ്. സാരമില്ല, നമുക്ക് ആരോഗ്യം നോക്കട്ടെ. നമ്മൾ കിട്ടുന്ന പൈസ മുഴുവനും ഡോക്ടർക്ക് കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ അത് കാരണം
അങ്ങനെ ഇപ്രാവശ്യം ട്യൂഷനൊന്നും ഇല്ലാത്ത കാരണം ഒന്ന് ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റും. വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ സമയം വേണം, അതിന് കണ്ടൻറ്റ് വേണ്ടേ, വെറുതെ നമ്മൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ അല്ലേ. എന്നാലും ഡെയിലി ഇപ്പോൾ വീഡിയോ ഇടാൻ പറ്റുന്നുണ്ട്, കുറച്ചും കൂടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ. ചക്ക നന്നാക്കി കഴിഞ്ഞു, കുറച്ച് ചക്ക ഉണ്ടായുള്ളൂ, കണ്ടില്ല. ഒരു ചക്കപ്പുഴുക്കിനുള്ള റെഡി ആയിട്ടുണ്ട്. തേങ്ങയും പച്ചമുളക് ജീരകമൊക്കെ വെച്ച് അരയ്ക്കും. വൈകുന്നേരം ഇന്നിപ്പോൾ ചെയ്യണില്ല കേട്ടോ, വൈകുന്നേരം ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വരാം കേട്ടോ. കുറച്ച് വെളുത്തുള്ളിയും കൂടി ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി തീർന്നു പോയി. ഞാൻ ഫ്രിഡ്ജിലുണ്ടെന്ന് വിചാരിച്ചു, അത് മറന്നുപോയി. ഇന്നലെ ഞാൻ പോയതേ, ഇന്നലെ ഒരു പിറന്നാളിന് പോയതായിരുന്നു. പിറന്നാൾ ഒരു കൊച്ചിൻ്റെ അറിയണ ഒരു കുട്ടിയുടെ ആയിരുന്നു. അപ്പോൾ അവർ വിളിച്ചപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കേട്ടോ പോയാൽ. എനിക്കിവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ കുറച്ച് വൈകിപ്പോയിരുന്നു. പിറന്നാളിന് പോയി ചോറുണ്ടേച്ച് വന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ ആരും മിണ്ടണില്ല, ചിരിക്കണില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറയാറില്ലേ. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയൂലേ, കാരണം ഞാൻ നോട്ട് ചെയ്യണമെന്നുള്ള ഒരു ഇതാണ്. പക്ഷെ അത് കാരണം ഇപ്പം എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ചിലവർ പറയാണ് ഗീത ഇവിടുത്തെ കാര്യമൊന്നും പറയരുത് കേട്ടോ വീഡിയോയിൽ. ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് കാര്യം പറയണത്. അല്ല ഗീത, ഇവിടെ ചിലവർ ഓരോ കുടുംബത്തിലും ഓരോ പ്രശ്നം ഉണ്ടാവുമല്ലോ ഗീത, ഇതൊന്നും കണ്ടൻ്റായിട്ട് എടുത്തിട്ട് പറഞ്ഞേക്കല്ലേ കേട്ടോ. എൻ്റെ പൊന്നെ, ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, ഞാൻ പറയണമൊന്നുമില്ല. കാരണം ചിലർക്കൊരു ഞാനെന്തോ പറയുമോ, അവരുടെ ഓരോ കുടുംബത്തിലുണ്ടല്ലോ ഓരോ പ്രശ്നങ്ങൾ. ഇപ്പോൾ ചെല്ലുമ്പോഴല്ലേ അറിയണത്. നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല ഇതൊക്കെ, എല്ലാ കുടുംബത്തിലും ഉണ്ടെന്ന് അറിയണത് പിന്നീടല്ലേ. അതുപോലെ ഞാനൊരു വേണ്ട പറയണില്ല, ഇനി അത് വല്ലവരും കണ്ടു കഴിഞ്ഞാലേ ഇനി അത് പ്രശ്നമാവും, വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയാണ്, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. മഴയൊക്കെ ഒന്ന് മാറിയ പോലെ ഉണ്ടല്ലേ നമ്മുടെ കേരളക്കാർക്ക്. മറ്റുള്ള രാജ്യത്തിൽ അറിയില്ല കേട്ടോ. മഴയൊക്കെ ഒന്ന് കുറഞ്ഞ ഒരു ആശ്വാസം കുറച്ച്, എന്നാലും ഉള്ളിലൊരു പേടിയുണ്ട്, മഴ അടുത്തൂലോ. ഇനിയിപ്പോൾ മഴയാണെന്ന് കരുതി വെള്ളമൊന്നും കുടിക്കാതെ ഇരിക്കരുത് കേട്ടോ. ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. കാര്യം നമ്മുടെ ഈ പ്രായത്തിലുണ്ടല്ലോ എപ്പോഴും മൂത്രമൊഴിക്കാനേ നേരം ഉണ്ടാവുള്ളൂ, അത് വേറെ കാര്യം. എന്നാലും എല്ലാവരും വെള്ളം ഇഷ്ടംപോലെ കുടിക്കുക. പിന്നെ ചൂടായ ഭക്ഷണം പരമാവധി കഴിക്കാൻ നോക്കുക. വെള്ളം എപ്പോഴും തിളപ്പിച്ച വെള്ളം റെഡിയാക്കി വെക്കുക. ഈ പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും എടുത്ത് വെക്കരുത് കേട്ടോ. എല്ലാവരും പ്ലാസ്റ്റിക് കുപ്പിയിൽ പറയും, പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന് പറയും. എന്നാലും വെള്ളം വെക്കണതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലായിരിക്കും. അതെന്തോ, ഞാനും കാര്യം വയ്ക്കും, ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എന്നാലും ചൂടുവെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് തണുപ്പിച്ച് ശരിക്കും ആറിയ വെള്ളമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അതിന് ഏറ്റവും നല്ലത് രാത്രി തിളപ്പിച്ച് വെക്കുന്നേ. രാത്രി നമ്മൾ കിടക്കണേക്ക് മുമ്പ് ഒരു പാത്രം വെള്ളം ആ ഗ്യാസിൽ തിളപ്പിച്ച് വെച്ച് ഗ്യാസ് അണയ്ക്കണം കേട്ടോ, മറക്കരുത്. എന്നിട്ട് അങ്ങ് അടച്ച് വെച്ചേക്കാം. അപ്പോൾ രാവിലെ തൊട്ട് നല്ല 8-9 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ എടുക്കണത്. അപ്പോഴേക്കും നന്നായിട്ട് ചൂടാറിയിരിക്കുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് കൊടുത്തു വിടാനാണെങ്കിലും പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ കൊടുത്തു വിടാൻ പറ്റും. ഈ കാലത്ത് തിളപ്പിച്ച് വെക്കും. ഇപ്പോൾ ഉണങ്ങുകയല്ലല്ലോ, എന്താ പറയുക, ചൂടാറില്ല. അപ്പോൾ എന്ത് പറ്റണോ, ചൂടാറാണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് ആ ചൂടോടുകൂടി പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലൊക്കെ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടും. അതൊക്കെ ദൂഷ്യമാണ്, അതാരും ശ്രദ്ധിക്കണില്ല. അതാണ് ഏറ്റവും നല്ലത്, രാത്രി തിളപ്പിച്ച് വെച്ചാൽ മതിയാവും. ഇപ്പോൾ സ്കൂളിൽ ഇപ്പോൾ എല്ലാ സ്ഥലത്തും വെള്ളം ഉണ്ട് കേട്ടോ. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല, നല്ല പ്യൂരിഫൈ ചെയ്ത വെള്ളമൊക്കെ കിട്ടുന്നുണ്ട്. അത് കാരണം അത് ഏറ്റവും നല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല കാര്യമാണ്. കുട്ടികൾ ഈ വെള്ളം കൊണ്ടുപോയി ചുമന്ന് എന്താ പറയുക, ഒക്കെ കൂടി കുപ്പി, ചോറ്, ടിഫിൻ ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടി ഇതെല്ലാം കൂടി കുത്തിത്തിരിയല്ലേ സ്കൂളിൽ കൊണ്ടുപോകണത്. അതിൻ്റെ കുറച്ച് കുട്ടികൾക്ക് അതിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങൾ വരും. ഏറ്റവും നല്ലത് രാത്രി വെള്ളം തിളപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഉച്ച വരെ കുടിക്കാനുള്ള വെള്ളം എന്തായാലും ഉണ്ടാവും. പിന്നെ കാലത്ത് തിളപ്പിച്ച് വെക്കണത് ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം കുടിക്കാൻ. ഞാൻ അങ്ങനെയാട്ടോ ചെയ്യണം, അതുകൊണ്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവർക്കും സുഖം വിചാരിക്കണം, ഇവിടെ സുഖം. അപ്പോൾ മതിയില്ലേ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത കാരണം ഒന്നും ഒരു രസമില്ല. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയാം കേട്ടോ. നാളെ എന്തെങ്കിലുമൊക്കെ വരും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് പറയാനാണോ കാര്യമില്ലാത്തത് അല്ലേ. അപ്പോൾ നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും